എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, കർഷക മോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്. BVG റാംജി നിലവിൽ വന്നിരിക്കുകയാണ്. അതായത് പഴയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം പുതിയ BVG റാംജി നിലവിൽ വരുമ്പോൾ നമുക്കതിൻ്റെ ചരിത്രവും വികാസവും വളരെ പെട്ടെന്നൊന്ന് നോക്കാം. അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുകയും ചെയ്യാം. ധാരാളം ആശങ്കകളും സംശയങ്ങളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ BVG റാംജി കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ഭാരതീയ പൗരന്റെയും ഒരു ചുമതലയും അവകാശവും ആണല്ലോ. 2006 ഫെബ്രുവരി മാസത്തിലാണ് പഴയ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അന്ന് ഒരു ദിവസത്തെ കൂലി കേവലം 62 രൂപ മാത്രമായിരുന്നു. പിന്നീട് 2012 അത് 100 രൂപയും 150ഉം 164 രൂപയുമായി വർദ്ധിക്കുകയുണ്ടായി. തുടർന്നാണ് 2015 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ സമയത്ത് വളരെയേറെ ആശങ്കകൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ തൊഴിലുറപ്പ് പദ്ധതി നിർത്തിക്കളയും എന്നുള്ളതായിരുന്നു കേരളത്തിന്റെ ആകെ ആശങ്ക. വീടാന്തരം അത്തരം പ്രചരണങ്ങളുണ്ടായി. വലിയ പൊതുയോഗങ്ങളിലും അതുപോലെയുള്ള പ്രചരണ പരിപാടികളിലും ഇതാ നരേന്ദ്രമോദി വരുന്നു, ഇതാ തൊഴിലുറപ്പ് പദ്ധതി നിർത്താൻ പോകുന്നു എന്നുള്ള ഭീതിജനകമായ അന്തരീക്ഷം ഗ്രാമങ്ങളിൽ അലയടിച്ചിരുന്നു. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. തൊട്ടടുത്ത വർഷം 2015 164 രൂപ ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് കൂലി 299 രൂപയായി നരേന്ദ്രമോദി വർദ്ധിപ്പിച്ചു. 2022 അത് 311 രൂപയായി വർദ്ധിപ്പിച്ചു. തൊട്ടടുത്ത വർഷം 2023 അത് 333 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അതിനടുത്ത വർഷം 2024 346 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അതിന്റെ അടുത്ത വർഷം 2025 അത് 369 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഇതാ ഈ വർഷം അത് 401 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും നരേന്ദ്രമോദിയാണ് ഇതാ തൊഴിലുറപ്പ് നിർത്താൻ പോകുന്നു എന്നുള്ള പതിവ് വ്യാജ പ്രചരണം വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെന്തു തന്നെയാണെങ്കിലും നമുക്ക് ഇതിന്റെ മാറ്റങ്ങൾ, എന്തൊക്കെ ഗുണഫലങ്ങൾ ജനങ്ങൾക്കും സർക്കാരിനും ഉണ്ടാകും എന്നൊന്ന് വിശദമായി പരിശോധിക്കാം. ഓരോ വർഷവും വിലക്കയറ്റ സൂചിക അടിസ്ഥാനമാക്കിയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് ഇന്നലെ വരെ പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു മേഖലയാണ് എങ്കിൽ ഇനി മുതൽ സംസ്ഥാനങ്ങൾക്കും അഭിമാനപൂർവ്വം പറയാം, തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങളുടേത് കൂടിയാണ്. കാരണം ഈ നിയമത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റം, കേന്ദ്ര സർക്കാർ 60% തുക മുടക്കുമ്പോൾ 40% മുടക്കുന്നത് ഇനി മുതൽ സംസ്ഥാന സർക്കാരുകൾ ആയിരിക്കാം. അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി സംസ്ഥാനം 40%വും കേന്ദ്രം 60%വും തുക മുടക്കിക്കൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി ഇനി മുന്നോട്ട് പോവുക. അതായത് BVG റാംജി ഇനി മുന്നോട്ട് പോവുക. ഇതിൽ 365 ദിവസങ്ങളുള്ള ഒരു വർഷത്തിൽ 305 ദിവസങ്ങളാണ് തൊഴിലുറപ്പ് പണികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 60 ദിവസം മാറ്റിവെച്ചിരിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ വിത്ത് വിതയ്ക്കുന്ന സീസണും വിളവെടുക്കുന്ന സീസണും എപ്പോഴാണോ ആ സീസണുകളിൽ 30 ദിവസം വീതം 60 ദിവസം. കൃഷിപ്പണികൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി ആ സമയത്ത് തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരിക്കുന്നതല്ല. കാരണം കാർഷിക സുരക്ഷയും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര നിർദ്ദേശമാണ് ഇത്. ബാക്കി വരുന്ന 305 ദിവസങ്ങളിൽ പഴയതുപോലെ 100 ദിവസമല്ല, ഇനി മുതൽ 125 ദിവസം തൊഴിലുറപ്പ് പദ്ധതിയിൽ പണി ലഭിച്ചിരിക്കണം എന്ന് കൃത്യമായ നിർദ്ദേശം ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഘടനാപരമായിട്ടുള്ള വലിയ ഒരു മാറ്റം കൂടിയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് 40% വഹിക്കേണ്ടി വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യത, ഒരു ഭാരം സംസ്ഥാന ഗവൺമെന്റിലേക്ക് വരുന്നില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ അങ്ങനെ 40% സംസ്ഥാന ഗവൺമെന്റ് വഹിക്കേണ്ടി വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ തുക സംസ്ഥാന ഗവൺമെന്റിന് ലാഭിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ BVG റാംജി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൽ 4 മേഖലകളുണ്ട്. അതായത് ജലസുരക്ഷ, ഉപജീവന ആസ്തികളുടെ നിർമ്മാണം, അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനം, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ പ്രതിരോധം. ഈ 4 മേഖലകളിലേക്ക് തൊഴിലുറപ്പ് പദ്ധതി പുതുതായി കടന്നു ചെല്ലുകയാണ്. അതായത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വൻതുക ചിലവഴിക്കേണ്ടി വരുമായിരുന്ന ഈ 4 മേഖലകളിലേക്ക് ഈ പറയുന്ന BVG റാംജിയിലെ പണികൾ
ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഏതൊക്കെ മേഖലകളാണ് എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റുകളും പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനിക്കേണ്ടത്. കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല എന്ന് സ്പഷ്ടം. ഇതിൽ പ്രധാനമായും നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യം PMAY രീതിയിൽ കൊടുക്കുന്ന വീടുകളുടെ നിർമ്മാണത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ പണികൾ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ ജലസുരക്ഷ എന്ന് പറയുന്ന മേഖലയിൽ കനാൽ നിർമ്മാണം, ജലസേചനം പോലെയുള്ള പണികൾക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഉള്ള അധ്വാനം ഉപയോഗിക്കാവുന്നതാണ്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടി മണ്ണുപണി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കാലാവസ്ഥ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതായത് വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉള്ള പണികളിലും ഈ തൊഴിലുറപ്പ് പണിക്കാരെ വിനിയോഗിക്കാവുന്നതാണ്. ജലസുരക്ഷയുമായി ബന്ധപ്പെട്ട് ജലസേചനം, അതുപോലെ തന്നെ കുടിവെള്ള വിതരണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പണികളിലും ഈ പറയുന്ന തൊഴിലുറപ്പ് സേനയെ ഉപയോഗിക്കാവുന്നതാണ്. ഉപജീവന ആസ്തി നിർമ്മാണം എന്ന് പറയുമ്പോൾ ഓരോ പ്രദേശത്തും വരുമാനമുണ്ടാക്കാവുന്ന ഉപജീവന മാർഗങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ മേഖലയിലും തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയുന്ന ആൾക്കാരെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ കേവലം ഉദാഹരണം മാത്രമാണ്. ഈ 5-6 മേഖലകളിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയുന്നവരുടെ ആ പണിക്കൂലിയെ ഉപയോഗിക്കാൻ സാധിക്കുമ്പോൾ തൊഴിലുറപ്പുകാർക്ക് ഉയർന്ന കൂലി കിട്ടുകയും ചെയ്യും. മാത്രമല്ല സംസ്ഥാന സർക്കാരിന് വൻ ലാഭമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ PWDയുടെ ഒക്കെ റോഡ് നിർമ്മാണത്തിലെ മണ്ണുപണികൾ പോലെയുള്ള കാര്യം, അതുപോലെ കനാലുകൾ നിർമ്മാണത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, PMAY വീട് നിർമ്മിക്കുന്നതിൽ ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് വിദഗ്ധ തൊഴിലാളികൾ ചെയ്യേണ്ടതില്ല. ഇപ്പൊ വീട് നിർമ്മിക്കുമ്പോൾ മണ്ണിന്റെ തറയ്ക്കകത്ത് മണ്ണ് നിറയ്ക്കുക, വാനം മാന്തുക, മണ്ണ് ചുമക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലാതെ കോൺക്രീറ്റ് വാർക്ക ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കല്ല. അതുപോലെ തന്നെ അത് റോഡ് നിർമ്മാണത്തിലും ജലസുരക്ഷയുമായി ബന്ധപ്പെടുത്തിയും ഒക്കെ തന്നെ ഇങ്ങനെ ഉപയോഗിക്കാം. ഇവിടെ സംസ്ഥാന ഗവൺമെന്റുകൾക്കുണ്ടാകുന്ന ലാഭം വളരെ വലുതാണ്. ഇതല്ലായിരുന്നുവെങ്കിലോ ഇതൊക്കെ തന്നെ സാധാരണ കോൺട്രാക്ടർമാർക്ക് കൊടുത്ത് കോൺട്രാക്ടർമാരാണ് ഇതിന്റെ ഗുണഫലം അനുഭവിച്ചിരുന്നത്. മാത്രമല്ല അവരുടെ സ്ഥിരം തൊഴിലാളികളാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അതിനു പകരം ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിതുകൊണ്ടിരുന്നവർക്ക് ഇത്തരം മേഖലകളിലേക്ക് കടന്നു വന്ന് കൂടുതൽ പണി ലഭിക്കുകയും സംസ്ഥാന ഗവൺമെന്റ് ഈ പറഞ്ഞ രീതിയിൽ PWD വഴിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന വൻ തുകകൾ, ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് വഹിക്കുന്ന 40% തുക എന്ന് പറയുന്നത് 40% തുകയ്ക്കേക്കാൾ കൂടുതൽ വലിയ നേട്ടമാണ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതി കാലാനുസൃതമായി പരിഷ്കരിക്കുകയാണ്. അതായത് ചെറിയ തോതിലുള്ള മൈക്കാട് പണികൾ, മേസ്തിരി പോലെയുള്ള വാർക്കപ്പണികളുടെ ഏറ്റവും സങ്കീർണമായ കാര്യങ്ങളല്ല, അതിനനുബന്ധമായി സഹായികളായിട്ട് നിൽക്കുന്ന മൈക്കാട് പണികളും കയ്യാൾ പണികളും അടക്കം നിർമ്മാണ മേഖലയിൽ ഇന്നലെ വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉൾപ്പെട്ടു വരുമ്പോൾ കൂടുതൽ സാങ്കേതികമായി അറിവുള്ളവർക്കും തൊഴിലുറപ്പ് പണിക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വികസനത്തിനും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പുരോഗതിക്കും ഇത് വളരെയധികം സഹായം ചെയ്യും. മറ്റൊന്ന്, കാലാനുസൃതമായി ഉപജീവന ആസ്തികൾ ഉണ്ടാക്കുക. ഒരു നാട്ടില് ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടി വരുന്ന സമയത്ത് ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയുന്ന ആൾക്കാരുടെ കർമ്മശേഷി അവിടെ ഉപയോഗിക്കാൻ കഴിയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് വൻതോതിൽ തുക മുടക്കി ഉണ്ടാക്കുന്ന PWD വഴിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ കോൺട്രാക്ട് കൊടുത്തുകൊണ്ടുണ്ടാക്കുന്ന വലിയ നഷ്ടം ഒഴിവാക്കി ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരിലേക്ക്, പാവപ്പെട്ട ജനങ്ങളിലേക്ക് കൂടുതൽ പണം എത്തിക്കാനും സാധിക്കും. അതുകൊണ്ട് ഭാവാത്മകമായി ഇതിനെ ഉപയോഗപ്പെടുത്താൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവുകയാണ് എങ്കിൽ, അതായത് കേന്ദ്രവുമായി സഹകരിക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് 10,000 കോടി രൂപയുടെ ലാഭവും നേട്ടവുമാണ് ഈ BBG റാംജി പദ്ധതിയിലൂടെ ലഭിക്കുക. അപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്കുണ്ടാകുന്ന അധിക ഭാരം എന്നുള്ള മാത്രം ഒരു സമരാത്മകമായ രീതിയിൽ, നിഷേധാത്മകമായ രീതിയിൽ, പ്രതിഷേധ രൂപത്തിൽ പറയുന്നതിന് പകരം അവസരങ്ങളെ ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വിഴിഞ്ഞം പദ്ധതി വന്നു. വിഴിഞ്ഞം പദ്ധതി വരുമ്പോൾ വിഴിഞ്ഞത്തിനെ എതിർക്കുകയും ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് സ്വകാര്യ മേഖല കടന്നു വരുന്നു, കുത്തകകൾക്ക് കൊടുക്കുന്നു, ബഹുരാഷ്ട്ര കുത്തകകൾ കടന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് സമരം ചെയ്യാം. ഇനി അതല്ല,
10,000-കണക്കിന് കോടി രൂപയുടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വിഴിഞ്ഞത്ത് വരുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു 10,000-കണക്കിന് കോടി രൂപയുടെ വികസനം നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കി ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം കൊടുക്കുകയും ചെയ്യാം. ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാനമാണ്. വേണമെങ്കിൽ സമരം ചെയ്ത് പൂട്ടിച്ച് അവരെ ഓടിക്കാം, അല്ലെങ്കിൽ അത് അനുകൂലമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് സംസ്ഥാനമാണ് തീരുമാനിക്കേണ്ടത്. BVG റാംജിയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കേണ്ട സമീപനം. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളും പൊതുസംഘടനകളുമൊക്കെ ഈ അവസരത്തെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുകയാണ് എങ്കിൽ BVG റാംജി കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. ഗ്രാമീണ മേഖലയിൽ വലിയ വികസനങ്ങൾ വരും. ജനങ്ങളുടെ വരുമാനത്തിൽ ഓരോ വീട്ടിലും 500,000 രൂപയിലധികം, കൃത്യമായി പറഞ്ഞാൽ 50,125 രൂപ എല്ലാ വർഷവും ലഭിക്കുകയും ചെയ്യും. ഇനി ഇതിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള എല്ലാ ആൾക്കാരും ഈ BVG റാംജി പദ്ധതിയിൽ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോയി പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പോർട്ടലിൽ പോയി നേരിട്ട് ഓൺലൈനായിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ഈ സംസ്ഥാനത്ത് ഇപ്പൊ കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നയാള് മറ്റൊരു സംസ്ഥാനത്തേക്ക് താമസം മാറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതിയിലും പണിയെടുക്കാനുള്ള അവസരമുണ്ട്. സംസ്ഥാനത്ത് എവിടെ എന്നുള്ളതല്ല, രാജ്യത്തെവിടെയും പണിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിഥി തൊഴിലാളികൾ ആയിട്ട് നമ്മൾ മറ്റൊരിടത്ത് ചെല്ലുമ്പോഴും അതിഥി തൊഴിലാളികളായിട്ട് മറ്റു സംസ്ഥാനക്കാർ ഇവിടെ വരുമ്പോഴും അവർക്കൊക്കെ തന്നെ ഇതിന്റെ പ്രയോജനം ലഭിക്കും എന്ന് അർത്ഥം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പുതിയ ഒരു യുഗത്തിലേക്ക് തൊഴിലുറപ്പ് പദ്ധതി BVG റാംജിയായി മാറി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യാനും അതിന്റെ പോസിറ്റീവ് വശങ്ങൾ പ്രയോജനപ്പെടുത്താനും സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഈ നാട്ടിലെ മാധ്യമങ്ങളും അടക്കം പൊതുജനങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ വമ്പൻ പുരോഗതി കേരളത്തിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിന് നമുക്ക് എല്ലാവർക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കൃത്യമായി പഠിച്ച് ഉള്ള വസ്തുത ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം ആശംസിക്കുന്നു, അറിയിക്കുന്നു. ഇനിയും തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചും BVG റാംജിയെക്കുറിച്ചും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ മറ്റൊരു വീഡിയോയിൽ അതിന്റെ വിശദാംശങ്ങളും നിങ്ങൾക്ക് നൽകാൻ ഞാൻ വീണ്ടും വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. നമസ്കാരം.